പനിയാണ്, വലിയ പനിയിലേക്ക് പോയില്ല. നമ്മളെ പിടിച്ച് കുലുക്കി. പ്രത്യേകിച്ച് റാന്നി, പിന്നെ ആറന്മുള, ഈരാറ്റുപേട്ട, പാല, തീക്കോയി, പിന്നെ കോഴിക്കോട്, മലപ്പുറം, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പിടിച്ച് കുലുക്കി. ഒരു 10-20 പേര് മരിച്ചും പോയി. ഒന്ന് കുലുക്കി നമ്മളെ. ഇനി എന്ത്? 2008 മുതൽ 2018 മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് പ്രളയാനന്തര കേരളം, റീബിൽഡ് കേരളം എന്നത്. എന്ത് നടന്നു നടന്നില്ല എന്നുള്ളത് ഈ വീഡിയോയുടെ പർവ്യൂവിൽ വരുന്ന കാര്യമല്ല. ബി പോസിറ്റീവാണ് ഈ വീഡിയോ. റൂം ഫോർ റിവർ വന്നോ ഇല്ലയോ, അത് വന്ന്, അതൊന്നും ഇതിൽ ചർച്ചാ വിഷയമല്ല. ഇതിലെ ചർച്ചാ വിഷയം ഇനി എന്ത്? കേരളത്തിൽ കടൽ തീരം മുതൽ കാട് വരെ, ഞാൻ അങ്ങനെ തിരിച്ചു പറയാം, മലയിലോട്ട് നമ്മൾ കയറി പോവുകയാണ്. തീരദേശം മുതൽ കാട് വരെയുള്ള സ്ഥലം നമുക്ക് നദിയുടെ തീരത്തുകൂടി ഒന്ന് നടക്കാം. നിങ്ങളെ ഞാൻ അതിന് വിളിക്കുന്നു. 44 നദികളുണ്ട്. 41 നദികളും കിഴക്ക് നിന്ന് തുടങ്ങി പടിഞ്ഞാറ് അറബിക്കടലിലാണ് തീരുന്നത്. 3 നദി അപ്പുറത്തേക്ക് പോകുന്നു. കബനിയും പാമ്പാറും ഭവാനിയും അപ്പുറത്തേക്ക് പോകുന്നു. 2 ഇടുക്കിയിൽ നിന്നും 1 വയനാട് നിന്നും. അപ്പോൾ അതും അറബിക്കടലിൽ തന്നെ എത്തും, കറങ്ങി കടലിൽ തന്നെ എത്തും. പുഴയ്ക്ക് കടലിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കുടുംബ വീട് കടലാണ്. ഈ നദികളിലൂടെ നമുക്കൊന്ന് നടക്കണം. കേരളത്തിലെ തീരദേശം മുതൽ കാട് വരെ 3ആയി നമ്മൾ തിരിച്ചിട്ടുണ്ട്. തീരദേശം, ഇടനാട്, മലനാട്. നമുക്കിനി കേരളത്തെ 3ആയല്ല, 30ആയല്ല, 300ആയല്ല, 100 കണക്കിന് കഷ്ണങ്ങളായി തിരിക്കണം. ഓരോ ആഗ്രോ ക്ലൈമാറ്റിക് ഡിസാസ്റ്റർ റിസ്ക് സോണുകൾ തിരിക്കണം. ആഗ്രോ ക്ലൈമാറ്റിക് ഡിസാസ്റ്റർ റിസ്ക് സോൺസ്. ആഗ്രോ ക്ലൈമാറ്റ് എന്ന് പറഞ്ഞാൽ കാർഷിക കാലാവസ്ഥ, ഓരോ സ്ഥലത്തെയും മൈക്രോ കാലാവസ്ഥ എന്നാണ്. അപ്പോൾ തുല്യമായ മോറോർലെസ്, മൊത്തം പറയാൻ പറ്റത്തില്ല, ആവറേജ് മോറോർലെസ് ഒരേ കാലാവസ്ഥ ഉള്ള സ്ഥലം 1 യൂണിറ്റ്, അടുത്ത കാലാവസ്ഥ വരുന്ന അടുത്ത യൂണിറ്റ്, അങ്ങനെ ആഗ്രോ ക്ലൈമാറ്റിക് സോണുകളായി നമുക്ക് തിരിക്കണം. എന്നിട്ട് അവിടുത്തെ റിസ്ക് ഫാക്ടർ, അതായത് ഡിസാസ്റ്റർ റിസ്കുകളും കൂടി മനസ്സിൽ വെക്കണം. ഇതിന് ചെയ്യാവുന്നത്, പഞ്ചായത്ത് വിഭവ ഭൂപടം കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അതെടുക്കണം. എല്ലാ പഞ്ചായത്തുകളും എടുത്തതിന് ശേഷം അതിനകത്ത് ലാൻഡ് യൂസ്, അസറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആസ്തികൾ, വാട്ടർ ബോഡീസ്, വാട്ടർ റിസോഴ്സ്, ഇതൊക്കെയാണ് ഇപ്പം മാപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഡിസാസ്റ്റർ പ്രോൺ ഏരിയയും സ്ലോപ്പും, അവിടുത്തെ ചരിവും മണ്ണിൻ്റെ തരവും ജലത്തിൻ്റെ തരവും നീരൊഴുക്കും ഡ്രെയിനേജ് മാപ്പും മഴയുടെ കാര്യങ്ങളും എല്ലാം ചേർന്ന ഒരു ഡിസാസ്റ്റർ റിസ്ക് മാപ്പ് ഉണ്ടാക്കണം. പുഴകൾക്ക് ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഫ്ലഡ് മാപ്പ് ഉണ്ടാക്കണം. പുഴകൾക്ക് വേണ്ടിയിട്ട്, അല്ലാത്ത സ്ഥലത്തേക്ക് ഡിസാസ്റ്റർ റിസ്ക് മാപ്പ് ഉണ്ടാക്കണം. അതുണ്ടാക്കുമ്പോൾ വില്ലേജ് ഓഫീസിലിരിക്കുന്ന കഡസ്ട്രൽ സ്കെയിൽ എന്ന് പറയുന്ന വില്ലേജ് രേഖകൾ എടുത്താൽ അതിൽ ചെയ്യാൻ പറ്റും. അത് റവന്യൂ ഓഫീസിൽ വാങ്ങാനും കിട്ടും. ഞാനിത് കൂടുതലും ചെയ്യുന്ന പഞ്ചായത്ത് രാജിനും കൂടെ വേണ്ടിയിട്ടാണ്. വാങ്ങാനും കിട്ടും, കാശ് കൊടുത്താൽ വാങ്ങാനും കിട്ടും. ഇതും വിഭവ ഭൂപടവും കൂടെ എടുത്ത് 2000-ൽ ബ്ലോക്കുകൾ തയ്യാറായിരിക്കുന്ന നീർത്തടാധിഷ്ഠിത വികസന മാസ്റ്റർ പ്ലാനുകളും കൂടെ എടുത്ത് പഞ്ചായത്തിലെ ആളുകൾക്കൊന്ന് ട്രെയിനിങ് കൊടുത്ത്, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്താൽ ചെയ്യാവുന്നത്, കുട്ടികൾ മീൻസ് അവിടെ ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുത്ത് സകല പഞ്ചായത്തുകളിലും ഇങ്ങനെ ഒരു റെക്കഗ്നൈസ് സർവേ നടക്കണം. ആ പഞ്ചായത്തിൻ്റെ ഏരിയ എത്ര, അവിടെ ഏത് ക്ലൈമാറ്റിക് സോണിൽ വരുന്നു, അവിടെ എന്താണ് റിസ്ക്, എന്താണ് ഡിസാസ്റ്റർ, എന്ത് സ്ലോപ്പാണ്, ഈ കാര്യം സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ലാൻഡ് വാട്ടർ ബയോമാസിൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ജിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേരുന്ന ഒരു സർവേ നടത്തി ഒരു ഭൂപടവും തയ്യാറാക്കി അതിൻ്റെ ബേസിൽ ചില ഹോട്ട്സ്പോട്ട് ഏരിയകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ കാര്യം. 2, കൃഷി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി രീതികൾ തീർച്ചയായും അവലോകനം ചെയ്യണം. നമ്മൾ ചെയ്തു പോകുന്ന കെട്ടിട നിർമ്മാണ രീതികളെ അവലോകനം ചെയ്യണം. പരമാവധി പച്ചപ്പുണ്ടാക്കണം. ഓരോ തോടിനും ചുറ്റുമുള്ള നീർത്തടാധിഷ്ഠിത വികസന പരിപാടികൾക്ക് നമുക്ക് എടുക്കാൻ പറ്റണം. ജില്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നദീതട മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കണം. ജില്ലാ പഞ്ചായത്തിന് അത് ചെയ്യാൻ പറ്റും. ജില്ലാ കളക്ടർമാർ മുൻകൈ എടുത്ത്
14 ജില്ലകളിലെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ജില്ലാ പ്ലാനിംഗ് സമിതികളുണ്ട്, ആസൂത്രണ സമിതികളുണ്ട് LSGDക്ക് വേണ്ടി. ആസൂത്രണ സമിതികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ വാമനപുരം നദി, നെയ്യാറ്, കരമനയാറ്, കിള്ളിയാറ്, പിന്നെ അതുപോലെ വാമമാറ്, 4 നാമം 2 വരും. പ്രധാനമായി കിള്ളിയാറും കരമനയാറും നെയ്യാറും ഈ തുടങ്ങിയ നദികളെ, വാമനപുരവും ഒക്കെ നദികളുടെ ബേസിൽ നദീതട പ്ലാനും ഉണ്ടാകണം. ഓരോ നദിക്ക് ചുറ്റുമുള്ള നീർത്തടത്തിനും പ്ലാനുകൾ ഉണ്ടാകണം. ഈ പ്ലാനുകളിൽ തൊഴിലുറപ്പുകാരെ കെട്ടഴിച്ചു വിടാനുള്ള കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാവണം. മണ്ണ്, ജല, ജൈവ സംരക്ഷണ പരിപാടികൾ, പുതയിടൽ പോലുള്ള കാര്യങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കണം. അക്യുഫർ റീചാർജിന് പോലുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോത്സാഹിപ്പിക്കണം. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പ്രോത്സാഹിപ്പിക്കണം. ഡ്രെയിനേജ്, തീരദേശങ്ങളിലൊക്കെ ഡ്രെയിനേജ് പാറ്റേൺ ക്ലിയർ ആക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യണം. മാലിന്യ സംസ്കരണത്തിന് പരിപാടികൾ ഉണ്ടാവണം. കുറച്ച് അധ്വാനം ഉണ്ടേ. മാലിന്യ സംസ്കരണത്തിന് പരിപാടി ഇടുമ്പോൾ അടുത്തൊരു സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ 2 ആരംഭിച്ചാൽ വളരെ നല്ലത്. വി.ഡി. സതീശൻ മന്ത്രിയും പഞ്ചായത്ത് മന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും കൃഷി മന്ത്രിയും കൂടെ കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് 4 പേർക്കാണ് ഇതിനകത്ത് പ്രധാന പങ്കുള്ളത്. ഒരു ഒക്ടോബർ 2 മുതൽ അല്ലെ നവംബർ 1 മുതൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നമുക്ക് പരീക്ഷ വരും. പിള്ളേർക്ക് പരീക്ഷ വരും. അതുകൊണ്ട് നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ പിള്ളേരെയും അത് കഴിഞ്ഞാൽ മുതിർന്നവരും കംപ്ലീറ്റ് കേരളത്തിൽ നേരിട്ടങ്ങ് ഇറങ്ങണം. കേരളത്തിൽ റോഡിൽ ഇറങ്ങണം. കൈലി, മുണ്ട്, പിന്നെ ലുങ്കി, തോർത്തൊക്കെ എടുത്ത് റോഡിലങ്ങ് ഇറങ്ങണം. പുഴകളിൽ ഇറങ്ങണം. കംപ്ലീറ്റ് മാലിന്യവും വാരി സംസ്കരിച്ച് കൊടുക്കേണ്ടത് കൊടുത്ത് വിൽക്കേണ്ടത് വിറ്റ് കേരളത്തെ ഒരു ക്ലീൻ കേരളയാക്കി മാറ്റണം. നല്ല കേരളം, വൃത്തിയുള്ള കേരളം. ഇത് അടിയന്തരമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പുഴകളുടെ സംരക്ഷണം, തോടുകളുടെ സംരക്ഷണം, മണലിനെ സംബന്ധിച്ചൊരു സാൻഡ് ഓഡിറ്റൊക്കെ നടത്തി മണലെടുക്കണോ വേണ്ടി അത്തരം കാര്യങ്ങൾ, പുഴ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, പുഴയെ തിരിച്ചെടുക്കുന്ന കാര്യങ്ങൾ, വീണ്ടെടുക്കുന്ന, ഇങ്ങനെ കുറേ പരിപാടികൾ നടക്കണം. കുട്ടികളിൽ വ്യാപകമായ ബോധവൽക്കരണം നടക്കണം. കുറേ അധികം ആളുകളെങ്കിലും ഒരു പഞ്ചായത്തിൽ നീന്തൽ പഠിപ്പിക്കണം. ഇപ്പം റോഡിൽ നീന്തേണ്ട അവസ്ഥയാണ്. നീന്തൽ പഠിപ്പിക്കണം. എപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കും അല്ല കുട്ടവഞ്ചിയും കൊണ്ടുവന്നൊന്നും ആളുകളെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നീന്തൽ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സബ് കമ്മിറ്റികൾ, യൂണിറ്റുകൾ ഉണ്ടാക്കണം. ഒരു പഞ്ചായത്തിൽ 100 പേരെ ട്രെയിൻ ചെയ്യണം. ഇതെല്ലാം എളുപ്പമുള്ള കാര്യമാണ്, ഒരു പ്രയാസമുള്ള കാര്യമില്ല. നമ്മുടെ സിസ്റ്റം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. 100 പേരെ പരിശീലിപ്പിക്കണം. അങ്ങനെ 1,00,000 പേരെ സംസ്ഥാനത്ത് പരിശീലിപ്പിക്കണം. അവരെ പഞ്ചായത്തുമായി ടൈപ്പ് ചെയ്ത് വെക്കണം. പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, മറ്റ് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, അവിടെയുള്ള ആളുകളെയും വെച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ ടീം ഉണ്ടാവണം പഞ്ചായത്തിൽ, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. ഈ പഠനത്തിനൊക്കെ അവരെ സേവനം ഉപയോഗിക്കണം. അങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളെ, പിന്നെ അവയർനെസ് പ്രോഗ്രാംസ്, ഇതിനെ സംബന്ധിക്കുന്ന ഡിസാസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ്, നമ്മൾ എന്തിനെല്ലാം അവയർനെസ് നടത്തിയവരാണ്. ഇവിടെ പോളിയോയ്ക്കെതിരെ അവയർനെസ് നടത്തി, പിന്നെ കുടുംബാസൂത്രണത്തിന് അവയർനെസ് നടത്തിയവരാണ് നമ്മൾ, എയ്ഡ്സിനെതിരെ അവയർനെസ് നടത്തി, കോവിഡിനെതിരെ നടത്തി, എന്തിനെല്ലാം അവയർനെസ് നടത്തിയവരാണ് നമ്മൾ. എല്ലാം പറ്റും. അങ്ങനെ ഒരു ലാൻഡ് ലിറ്ററസി, വാട്ടർ ലിറ്ററസി, ഒരു ക്ലൈമാറ്റ് ലിറ്ററസി, ഒരു അഗ്രികൾച്ചറൽ ലിറ്ററസി, ഒരു ഹെൽത്ത് ലിറ്ററസി, ഒരു എൻവയോൺമെൻറ്റ് ലിറ്ററസി, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ലിറ്ററസി, ഒരു ബയോഡൈവേഴ്സിറ്റി ലിറ്ററസി ഒക്കെ നടക്കണം. അപ്പോൾ കുറേ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അപ്പോഴും വെള്ളപ്പൊക്കം വരും, പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, എല്ലാം വരും. അതോടൊപ്പം ജീവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കും. പ്രളയത്തോടൊപ്പം എങ്ങനെ ജീവിക്കാം, പ്രളയം വരുമ്പോൾ എങ്ങനെ മാറി താമസിക്കാം, പ്രളയ ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാം, ഉരുൾപൊട്ടൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റ് കൂടുതൽ വരുമ്പോൾ കാറ്റിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്ക് കാറ്റിൻ്റെ ശബ്ദം കൂടുതൽ വന്നാൽ എന്ത് ചെയ്യണം, പുഴ കലങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം, മഴ ഒരു ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, വേറെ ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ഭൂമി എവിടെയാണ്, നമ്മുടെ ഭൂമി ചരിഞ്ഞ ഭൂമിയാണോ, അവിടെ എത്ര ഡിഗ്രി ചരിവാണ്, അവിടെ വരാവുന്ന ഡിസാസ്റ്ററുകൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ 10-25 വർഷം വന്ന ഡിസാസ്റ്റർ എന്താണ്, അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തെവിടെയൊക്കെയാണ് ഈ ഡിസാസ്റ്ററുകൾ വന്നത്, ദുരന്തങ്ങൾ വന്നത്, എൻ്റെ വീട്ടിൽ അതിന് സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നല്ല തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. പിന്നെ ഇത് വരുന്നതിന് മുമ്പ് എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, അതിനൊരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുക, എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കുക, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഈ ഹോട്ട്സ്പോട്ടുകളോടത്ത് ആദ്യം കൊടുക്കുക, ഇതിൽ എല്ലാ വീട്ടുകാരും കൊടുക്കുക.
അങ്ങനെ മനോഹരമായ ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇത് ആവശ്യമുണ്ട്. ഇതിന് മുൻകൈയെടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ജലവകുപ്പ് മന്ത്രിയും കൃഷി മന്ത്രിയും പരിസ്ഥിതി മന്ത്രിയും, ഞാൻ 5 മന്ത്രിമാരെ പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ മന്ത്രിയും കൂടെയാണല്ലോ, ഈ 5 മന്ത്രിമാരും ഗൗരവമായി ഒന്ന് ഇടപെട്ടാൽ, പിന്നെ ആരോഗ്യമന്ത്രിയുണ്ട്, 6 മന്ത്രിമാർ. അപ്പം ഫോട്ടോ കൊടുക്കാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രിയുടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 6 മന്ത്രിമാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ കേരള ക്യാബിനറ്റ് ഇതിനുള്ളൊരു തീരുമാനമെടുക്കണം. കേരളത്തിൽ ഗൗരവതരമായ ഒരു ബഹുജന വിദ്യാഭ്യാസ കർമ്മ പരിപാടി നടക്കട്ടെ. സുരക്ഷ കേരളമാകട്ടെ നമ്മുടെ ലക്ഷ്യം.